ഹലോ ഗൈസ്, ലിമിയാസ് വേൾഡിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. ഇതിന് ഞങ്ങൾ എസലപ്പം എന്നാണ് പറയുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ അടിക്കുക. എന്നാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കൂടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് കുതിർത്തി വൃത്തിയാക്കിയെടുത്ത പച്ചരി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് പച്ചരിക്ക് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഇവിടെ ഞാൻ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. പൊടിച്ചത് തന്നെ ആവണമെന്നില്ല, വേണമെന്നില്ല. അത് പൊടിച്ചത് ഉണ്ടായത് കൊണ്ട് ചേർത്തതാണ്. അതേപോലെ 1 മുറി തേങ്ങയുടെ കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇത് 1 കപ്പിനേക്കാൾ കൂടുതലുണ്ട്, അവിടെ വേറെ ഉണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ലേശം അരയാൻ ആവശ്യത്തിന് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മുടെ സാധാരണ അപ്പത്തിന് എങ്ങനെ ഉപ്പിടുന്നു ആ ഒരു കണക്കിൽ തന്നെ ഉപ്പിട്ട് കൊടുത്താൽ മതി. നല്ല ഫൈനായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഈ ജ്യൂസിൻ്റെ ജാറിലോട്ട് തന്നെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിപ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കുകയാണ് മാവ്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് മാവിന് വേണ്ടത്. കൂടുതൽ വെള്ളമാവരുത്. ഇനി നമുക്കിതൊന്ന് സൈഡിലോട്ട് മാറ്റി വെക്കാം. നമുക്ക് എഗ്ഗിൻ്റെ ഒരു ബാറ്ററും കൂടി തയ്യാറാക്കണം. അപ്പോൾ എഗ്ഗിൻ്റെ ബാറ്ററിന് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ഈ 3 മുട്ട മതിയാവില്ല, ഒരു 5 എണ്ണമൊക്കെ വേണ്ടി വരും. അപ്പോൾ എൻ്റെ മാവ് ബാക്കി വരും. മാവിനുള്ള മുട്ട തികയില്ല ഇത്. എന്നാലും ഈ മുട്ടയിലാവുന്നത് മതി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 3 മുട്ട എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് ഇച്ചിരി നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. എഗ്ഗിൻ്റെ ബാറ്ററും നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഇത് നമുക്ക് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. അതിനായിട്ട് ഞാനൊരു അപ്പച്ചമ്പ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റീൽ പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റീൽ പാത്രത്തിലോട്ട് നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് തന്നെ ആവണമെന്നില്ല, വേണമെന്നില്ല, ഓയിലായാലും മതി. നെയ്യ് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കൈലിൻ്റെ 1/4 ഭാഗം അത്രയും വരില്ല, 1/4 ഭാഗവും വരില്ല, അത്രയും കുറവാണ് മാവ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇതൊന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്യാം. പാത്രത്തിൽ മുഴുവനും വരുന്ന രീതിയിലൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. ജസ്റ്റ് വേവ് വരുന്ന അത്ര മതി. ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന തരത്തിൽ കേട്ടോ, അവിടെ നിന്ന് നീങ്ങാൻ പറ്റാത്ത തരത്തിൽ. ഇത് ജസ്റ്റ് 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എഗ്ഗിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ 2-3 ടേബിൾ സ്പൂൺ എഗ്ഗിൻ്റെ ബാറ്ററാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് വേവാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റോളം വീണ്ടും മൂടി വെക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വീണ്ടും തുറന്നിട്ട് മാവിൻ്റെ ബാറ്റർ ചേർത്ത് കൊടുക്കാം. മാവിൻ്റെ ബാറ്റർ നേരത്തെ പോലെ തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ വീണ്ടും മൂടി വെക്കുക. പിന്നെ എഗ്ഗിൻ്റെ ബാറ്റർ ചേർത്ത് കൊടുക്കുക. ഇതേ പ്രോസസ്സ് തുടർന്നുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ഞാനിവിടെ 7-8 ലെയറോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എഗ് ബാറ്റർ കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയുമായിട്ട് സ്റ്റോപ്പ് ചെയ്തു. മാവിൻ്റെ ബാറ്റർ ഇരിപ്പുണ്ട്. ഇത് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഈ പാത്രം ഇതിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് ഞാൻ മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ എസലപ്പം നന്നായി വന്നിട്ടുണ്ട്. നല്ല ലെയറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മധുരം എന്ന് പറയുന്നത് ഈ ഒരു എസലപ്പത്തിനുള്ള മധുരം ഇത് കണക്കാണ്. ഒരു പുഡിങ്ങിന് വേണ്ട രീതിയിലുള്ള മധുരമൊന്നും അല്ല.
അങ്ങനെ ഉള്ള ഒരു റെസിപ്പി അല്ല ഇത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിയാണ് സംഭവം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.